ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The rotor of a motor has a moment of inertia 15 kg/m². Calculate the torque required to increase its speed of rotation from 320 rpm to 600 rpm in 4 seconds. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഒരു മോട്ടോറിൻ്റെ റോട്ടോർ, അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ 15 kg/m² ആണ്. അതിൻ്റെ സ്പീഡ് 320 rpm നിന്ന് 600 rpm മാറ്റാൻ ആവശ്യമായ ടോർക്ക് എത്രയാണ് എന്നാണ് ചോദ്യം. ഈ സ്പീഡിലുള്ള ചേഞ്ച് 4 സെക്കൻഡുകൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ ടോർക്ക് കാണാനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ക്വാണ്ടിറ്റികളെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എഴുതാൻ പോവുകയാണ്. ആദ്യം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ തന്നിട്ടുണ്ട്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യക്ക് വേണ്ടി നമ്മൾ കൊടുക്കാറുള്ള ലെറ്ററാണ് ഐ. ഐ എന്ന് പറയുന്നത് 15 kg/m² ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. അടുത്തതായിട്ട് തന്നിട്ടുള്ളത് സ്പീഡാണ്. സ്പീഡ് 320 rpm നിന്ന് 600 rpm സ്പീഡ് ചേഞ്ച് ചെയ്യുന്നത്. സ്പീഡിലുള്ള ചേഞ്ച് t = 4 സെക്കൻഡ്സ് കൊണ്ടാണ് സംഭവിക്കുന്നത്. നമുക്ക് കാണേണ്ട ക്വാണ്ടിറ്റി ടോർഗാണ്. ടോർഗിനെ കാണിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്ററാണ് ടോ. ടോർഗാണ് കാണേണ്ടത്. ടോർഗിന് നമ്മുടെ കയ്യിലൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഞാനിവിടെ എഴുതുകയാണ്. ടോർഗിൻ്റെ ഇക്വേഷനാണ് ഐ ആൽഫ. ഐ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ്. ആൽഫ എന്നത് ആംഗുലാർ ആക്സലറേഷൻ ആണ്. ആൽഫ ക്വസ്റ്റ്യനിലില്ല. ആൽഫ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണേണ്ടി വരും. ആൽഫ ഈസ് ഈക്വൽ ടു, ആൽഫയുടെ ഇക്വേഷൻ ആണ് ഇനി എഴുതാൻ പോകുന്നത്, ω2 മൈനസ് ω1/t. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി ആണ് ആംഗുലാർ ആക്സലറേഷൻ. അപ്പോൾ ω2 എന്ന് പറയുന്നത് ഫൈനൽ ആംഗുലാർ വെലോസിറ്റിയും ω1 എന്ന് പറയുന്നത് ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റിയുമാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ മാറിപ്പോവാൻ സാധ്യതയുള്ള ഒന്ന്, ഇവിടെ തന്നിട്ടുള്ളത് അത് നമ്മൾ ഒമേഗയാണെന്ന് വിചാരിച്ചു പോകും. ഇത് ഒമേഗയല്ല. ഇവിടെ തന്നിട്ടുള്ളത് സ്പീഡാണ്. ഈ സ്പീഡിൽ നിന്ന് നമുക്ക് ഒമേഗയെ കണ്ടെത്തണം. ഈ സ്പീഡിൽ നിന്ന് ആംഗുലാർ വെലോസിറ്റിയെ കണ്ടെത്തണം. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ സ്പീഡ് റെവല്യൂഷൻസ് പെർ മിനിറ്റ് എന്ന് പറയുന്ന യൂണിറ്റിലാണ് തന്നിട്ടുള്ളത്. ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത് 2π റേഡിയൻ ആണ്. റേഡിയനിലേക്ക് പറയുമ്പോൾ അത് 2π റേഡിയൻ ആണ്. അപ്പോൾ 320 റെവല്യൂഷൻസ് പെർ മിനിറ്റിനെ നമുക്ക് ആദ്യം റേഡിയനിലേക്ക് എങ്ങനെയാണ് മാറ്റുക നോക്കാം. 320 × 2π എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ റേഡിയനിലായി. പെർ മിനിറ്റ്, ആ മിനിറ്റിനെ നമുക്ക് സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ 320 × 2π/60. അതായത് സ്പീഡിനെ RPM തന്നിട്ടുള്ള സ്പീഡിനെ 2π/60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ആംഗുലാർ വെലോസിറ്റിയാണ്. ഇവിടെ കിട്ടിയിട്ടുള്ളത് ω1 ആണ്. ഇത് കാൽക്കുലേറ്റർ വെച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. അത് 33.51 rad/s എന്നാണ്. rad/s നമുക്ക് ഇതിൻ്റെ വാല്യൂ കിട്ടിയത് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ആംഗുലാർ വെലോസിറ്റി ആണ് എന്ന് ഉറപ്പാക്കാം. ഇനി ഇതേപോലെ നമുക്ക് ഇവിടെ നിന്ന് ω2 കണ്ടെത്താം. ω2 എങ്ങനെയാണ് ചെയ്യേണ്ടത്? 600 × 2π/60 ഈസ് ഈക്വൽ ടു, കാൽക്കുലേറ്ററിൽ ചെയ്താൽ അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. അതിൻ്റെ വാല്യൂ വരുന്നത് 62.83 rad/s ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ω2ഉം ഇവിടെ കിട്ടിയിട്ടുള്ളത് ω1ഉം ആണ്. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ആൽഫ കാണാൻ പറ്റും. ആൽഫ ഈസ് ഈക്വൽ ടു, ω2 എന്താണ്? 62.83 ആണ്, മൈനസ് ω1 എന്താണ്? 33.51 ആണ്, ഡിവൈഡഡ് ബൈ ടൈം. ടി എന്ന് പറയുന്നത് 4 സെക്കൻഡ്സ് ആണ്. ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൽഫ കിട്ടും. ആൽഫ 7.33 rad/s² ആണ്. ആൽഫ കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടോർഗിൻ്റെ ഇക്വേഷനിൽ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ എന്നാണല്ലോ ഇക്വേഷൻ. ഐ ഇൻറ്റു ആൽഫ. ആൽഫ 7.33 ആണ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. അത് 109.98 എന്ന വാല്യൂ ആണ്. ടോർഗിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. അതുകൊണ്ട് നമുക്ക് NM എന്നെഴുതാം. ഇതാണ് ഫൈനൽ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5 masses 2 കിലോഗ്രാം, 5 കിലോഗ്രാം, 1 കിലോഗ്രാം, വീണ്ടും 5 കിലോഗ്രാം, 2 കിലോഗ്രാം are placed on a massless rod as shown in the figure. The distance between consecutive masses is 0.2 meter. Find the moment of inertia about the perpendicular axis passing through the center of mass. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 2 കിലോഗ്രാം, 5 കിലോഗ്രാം, 1 കിലോഗ്രാം, 5 കിലോഗ്രാം എന്നൊക്കെ പറയുന്ന മാസുകൾ ഒരു മാസ്ലെസ് റോഡ് എന്ന് പറഞ്ഞാൽ മാസ് കുറഞ്ഞ, മാസ് നെഗ്ലിജിബിളായ ഒരു സ്റ്റിക്ക്, അത്രേ അർത്ഥമുള്ളൂ. അങ്ങനെ ഒരു മാസ്ലെസ് റോഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തടുത്ത രണ്ട് മാസുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 0.2 മീറ്റർ ആണ്. ഇത്രയാണ് ക്വസ്റ്റ്യനിലുള്ളത്. ഇനി നമുക്ക് കാണേണ്ടത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ദ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ് ആണ്. ഇവിടെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഈ 1 കിലോഗ്രാമിൻ്റെ സെൻറ്ററാണ്. ഈ ഭാഗത്തും മാസ് ബാലൻസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഇതാണ്. ആ സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ഒരു പെർപെൻഡിക്കുലർ ആക്സിസ് ഉണ്ട് ഇവിടെ. ഈ പെർപെൻഡിക്കുലർ ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടെത്തലാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ ആക്സിസ് ഏതാന്നുള്ളത് ഞാൻ ആദ്യം വരച്ച് കാണിക്കാം. ഇതാണ് നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടെത്തേണ്ട ആക്സിസ്. ഇപ്പോൾ ഒരു പാർട്ടിക്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടെത്താൻ നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. ഐ ഈസ് ഈക്വൽ ടു, ഐ എന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ്. ഐ ഈസ് ഈക്വൽ ടു പാർട്ടിക്കിളിൻ്റെ മാസ് ഇൻറ്റു പാർട്ടിക്കിളിൽ നിന്ന് ആക്സിസ് ഓഫ് റൊട്ടേഷനിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. മാസ് ഇൻറ്റു ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. ഇത് ചെയ്താൽ നമുക്ക് പാർട്ടിക്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടും. നമ്മുടെ കയ്യിൽ 5 പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഓരോ പാർട്ടിക്കിളിൻ്റെയും മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടിട്ട് അത് കൂട്ടി വെക്കാൻ പോവുകയാണ്. അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാൻ പറ്റുക. ഞാൻ ആദ്യം ഈ 2 കിലോഗ്രാം എന്ന് പറയുന്ന മാസിനെ എടുക്കുകയാണ്. ആ മാസ് ഇൻറ്റു അവിടെ നിന്ന് ആക്സിസ് ഓഫ് റൊട്ടേഷനിലേക്കുള്ള ഡിസ്റ്റൻസ്. 2 മാസുകൾക്കിടയിൽ 0.2 ആണുള്ളത്. അപ്പോൾ 0.2 + 0.2 0.4 മീറ്റർ ആണ് ആകെയുള്ള ഡിസ്റ്റൻസ്. 0.2 × 0.2 + 0.2 0.4 സ്ക്വയർ. ഇതാണ് 2 കിലോഗ്രാമിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. പ്ലസ് ഇനി അടുത്ത മാസാണ്. അടുത്ത മാസ് 5 കിലോഗ്രാം ആണ്. 5 ഇൻറ്റു അവിടെ നിന്ന് ആക്സിസ് ഓഫ് റൊട്ടേഷനിലേക്കുള്ള ഡിസ്റ്റൻസ് 0.2 മീറ്റർ മാത്രമേ ഉള്ളൂ. 0.2 സ്ക്വയർ പ്ലസ് ഈ മാസ് നമ്മൾ എടുക്കുകയാണെങ്കിലോ, ഈ മാസ് ഇൻറ്റു അവിടെ നിന്ന് ആക്സിസ് ഓഫ് റൊട്ടേഷനിലേക്ക് നമുക്കൊരു ഡിസ്റ്റൻസ് പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ 0 ആണ് വരുന്നത്. പ്ലസ് വീണ്ടും 5 ഇൻറ്റു അവിടെ നിന്ന് ആക്സിസ് ഓഫ് റൊട്ടേഷനിലേക്കുള്ള ഡിസ്റ്റൻസ് 0.2 മീറ്റർ ആണ്. അതിൻ്റെ സ്ക്വയർ വേണം. പ്ലസ് 2 ഇൻറ്റു അവിടെ നിന്ന് ആക്സിസ് ഓഫ് റൊട്ടേഷനിലേക്കുള്ള ഡിസ്റ്റൻസ് 0.4 മീറ്റർ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ കാൽക്കുലേറ്ററിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടെത്താൻ പറ്റും എളുപ്പത്തിൽ. ഇവിടെ വരുന്നത് 0.32 ആണ്. 0.32 പ്ലസ് 0.2 പ്ലസ് വീണ്ടും 0.2 പ്ലസ് 0.32. ഈ ഒരു ടേം ഇവിടെ നിന്ന് ക്യാൻസലായി പോകുന്നുണ്ട്. ഈസ് ഈക്വൽ ടു
ഇത് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതാണ് 1.04. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് യൂണിറ്റ് വരുന്നത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ്. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണിത്. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. 6 മാർക്കിന് ഒരിക്കൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ആകെ ഒരൊറ്റ ഇക്വേഷനേ ഉള്ളൂ. പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടെത്താനുള്ള ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഈ 6 മാർക്കിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സ്ട്രിങ് ക്യാൻ സസ്റ്റെയിൻ എ മാക്സിമം ടെൻഷൻ ഓഫ് 100 Newton വിതൗട്ട് ബ്രേക്കിംഗ്. എ മാസ് ഓഫ് 1 kilogram ഈസ് അറ്റാച്ച്ഡ് ടു ദ എൻഡ് ഓഫ് ദ സ്ട്രിങ് 1 meter long and is rotated in a horizontal plane. Find out the maximum number of revolutions possible per second. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു സ്ട്രിങ്, ഒരു ചരട്, ആ ചരടിന് താങ്ങാൻ പറ്റുന്ന മാക്സിമം ടെൻഷൻ 100 Newton ആണ്. ഒരു 1 kilogram മാസിനെ 1 meter ലെങ്ത് ഉള്ള ഒരു സ്ട്രിങ്ങിൽ കെട്ടി വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം നമ്പർ ഓഫ് റെവല്യൂഷൻസ് പോസിബിൾ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര റെവല്യൂഷൻസ് ഉണ്ടാവും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാക്സിമം ടെൻഷൻ എന്ന് പറഞ്ഞ് തരുന്ന വാല്യൂ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിരിക്കും. സെൻട്രിപെറ്റൽ ഫോഴ്സിന് നമ്മൾ കൊടുക്കുന്ന ലെറ്റർ ആണ് FC. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 100 Newton. ഇനി അടുത്ത വാല്യൂ മാസ് ആണ് തന്നിട്ടുള്ളത്. മാസ് ഇസ് ഈക്വൽ ടു M ഇസ് ഈക്വൽ ടു 1 kilogram. ഇനി പറഞ്ഞിട്ടുള്ളത് 1 meter ലെങ്ത് ഉള്ള ഒരു സ്ട്രിങ്ങിൽ ഈ മാസിനെ കെട്ടി എന്നാണ്. ഇവിടെ നമുക്കൊരു പിക്ചർ വരയ്ക്കാൻ പറ്റും. M അതായത് 1 kilogram മാസ് ഒരു സ്ട്രിങ്ങിൽ കെട്ടി, എന്നിട്ട് നമ്മളതിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്താണ് 1 meter എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. അതായത് ഇവിടെ റേഡിയസ് ആണ് 1 meter. ഈ സർക്കുലാർ പാത്തിൻ്റെ റേഡിയസ് ആണ് ഇവിടെ 1 meter. ഇനി ക്വസ്റ്റ്യനിൽ മാക്സിമം നമ്പർ ഓഫ് റെവല്യൂഷൻസ് പോസിബിൾ പെർ സെക്കൻഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് റെവല്യൂഷൻസ് പെർ സെക്കൻഡ് എത്രയാണ് എന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് റെവല്യൂഷൻസ് പെർ സെക്കൻഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ആംഗുലാർ വെലോസിറ്റി ആണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആംഗുലാർ വെലോസിറ്റിയിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളത് നോക്കാം. സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആണ് mv²/r. mv²/r. ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് മാക്സിമം ടെൻഷൻ ആണ്, അതായത് 100 Newton ആണ്. ഈസ് ഈക്വൽ ടു M 1 kilogram ആണ്. 1 × v² ഡിവൈഡഡ് ബൈ r എന്നത് 1 meter ആണ്. അതായത് v² എന്ന വാല്യൂ 100 ആണ്. അങ്ങനെയാണെങ്കിൽ v എന്താണ്? v എന്നത് √100 ആണ്. വിയുടെ വാല്യൂ 10 ആയിരിക്കും. ഇത് വെലോസിറ്റി ആണ്, അതുകൊണ്ട് 10 meter per second. വി കിട്ടിയാൽ നമുക്ക് ഇവിടെ നിന്ന് ഒമേഗ കിട്ടാൻ എളുപ്പമാണ്. വിക്ക് ഒമേഗയുമായി ബന്ധപ്പെടുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അത് v = r ഒമേഗ എന്നതാണ്. ഇവിടെ നിന്ന് ഒമേഗയുടെ വാല്യൂ നമുക്ക് കണ്ടെത്താൻ പറ്റും. v/r ആണ് ഒമേഗ. v 10 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. 10 ഡിവൈഡഡ് ബൈ r എന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഒമേഗ ഇസ് ഈക്വൽ ടു 10 rad per second ആണെന്ന് നമുക്ക് ഇവിടെ നിന്ന് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ആംഗുലാർ വെലോസിറ്റി എന്നത് 10 rad per second ആണ്. ഇനി എങ്ങനെയാണ് ഇവിടെ നിന്ന് റെവല്യൂഷൻസ് പെർ സെക്കൻഡ് കണ്ടുപിടിക്കാൻ പറ്റുക? 1 റെവല്യൂഷൻ എന്നത് 2π റേഡിയൻ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 1 റേഡിയൻ എന്തായിരിക്കും? എത്ര റെവല്യൂഷൻസ് ആയിരിക്കും 1 റേഡിയൻ? ഈ 2πനെ നമുക്ക് ഇങ്ങോട്ട് മാറ്റി എഴുതുകയാണെങ്കിൽ അത് താഴെ വരും. 1/2π റെവല്യൂഷൻസ്.
അതായത് 1 റേഡിയൻ എന്ന് പറയുന്നത് 1/2π റെവല്യൂഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ 10 rad എന്ന് പറയുന്നത് 10 × 1/2π റെവല്യൂഷൻസ് ആണ്. 10 റേഡിയൻ പെർ സെക്കൻഡിനെ നമ്മൾ റെവല്യൂഷൻസ് പെർ സെക്കൻഡിലേക്ക് മാറ്റുന്നത് ഇങ്ങനെയാണ്. 10 × 1/2π റെവല്യൂഷൻസ് പെർ സെക്കൻഡ്. ഇതിൻ്റെ വാല്യൂ 1.59 റെവല്യൂഷൻസ് പെർ സെക്കൻഡ് എന്നാണ്. അതായത് നമ്മുടെ ആൻസർ ഇതാണ്. ഇവിടെ മാക്സിമം നമ്പർ ഓഫ് റെവല്യൂഷൻസ് പോസിബിൾ പെർ സെക്കൻഡ് എന്നത് 1.59 ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 4th ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഫോർ എ പാർട്ടിക്കിൾ ഓഫ് മാസ് m മൂവിംഗ് അലോങ് ദ സർക്കിൾ ഓഫ് റേഡിയസ് r ഈസ് m ω² r. m മാസ് ഉള്ള ഒരു പാർട്ടിക്കിൾ ഒരു സർക്കുലാർ പാത്തിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സർക്കുലാർ പാത്തിൻ്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ R. അവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് m ω² r ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ വളരെ എളുപ്പമാണ്. എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. നമുക്ക് ആദ്യം വേണ്ടത് സെൻട്രിപെറ്റൽ ഫോഴ്സിന് നമ്മളൊരു ലെറ്റർ കൊടുക്കാൻ പോവുകയാണ്. സെൻട്രിപെറ്റൽ ഫോഴ്സിനെ നമ്മൾ സാധാരണയായിട്ട് FC എന്നാണ് നൊട്ടേറ്റ് ചെയ്യാറ്. FC എന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. FC ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് മാസ് m ആണ് എന്നാണ്. മാസ് m ആണ്. സർക്കുലാർ പാത്തിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. ഇനി സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. FC = mv²/r ആണ്. R എന്നത് റേഡിയസ് ആണ്. FC = mv²/r. v എന്നത് വെലോസിറ്റി ആണ്. വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ളൊരു ബന്ധം നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്. v = r ω. v = r ω. അങ്ങനെയാണെങ്കിൽ v² = r² ω² എന്നായി മാറും. ഇവിടെ ഇക്വേഷൻ mv² പകരം r² ω² ഡിവൈഡഡ് ബൈ r. ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? മേലെയുള്ള r² താഴെയുള്ള r തമ്മിൽ കട്ട് ചെയ്തു പോവും. ഇവിടെ ഒരു ക്യാപിറ്റൽ R മാത്രം ബാക്കിയാവും. ഇവിടെ എന്താണ് അപ്പോൾ ബാക്കിയുള്ളത്? m r ω². ഇത് തന്നെയല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. സെൻട്രിപെറ്റൽ ഫോഴ്സ് അഥവാ FC = m ω² r. ഇത്രയേ ഉള്ളൂ. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A body of mass m is attached to a string of length L and is revolved in a horizontal plane. If the string can withstand a maximum tension F, show that the maximum angular velocity with which it can be revolved is given by the equation omega is equal to F by capital M capital L all raised to 1/2. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യനിൽ ആംഗുലാർ വെലോസിറ്റി ഒമേഗ is equal to ഈ ക്വസ്റ്റ്യനിൽ കാണുന്നത് പോലെയാണെന്ന് തെളിയിക്കാനാണ്. നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിൽ തന്നതിനെ ഒരു ഇമേജ് ആക്കി മാറ്റി നോക്കാം. എ ബോഡി ഓഫ് മാസ് m കിലോഗ്രാം മാസ് ഉള്ള ഒരു ബോഡി ഈസ് അറ്റാച്ച്ഡ് ടു എ സ്ട്രിങ് ഓഫ് ലെങ്ത് L. അതിനെ L എന്ന ലെങ്ത് ഉള്ള ഒരു സ്ട്രിങ്ങിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈസ് റിവോൾവ്ഡ് ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അതെന്നിട്ട് അങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട്. ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ അങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇഫ് ദ സ്ട്രിങ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് എ മാക്സിമം ടെൻഷൻ എഫ്. നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു മാക്സിമം ടെൻഷൻ എന്ന് പറഞ്ഞ് തരുന്നത് അത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്.
അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നത് എഫ് ആണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ എഴുതാം. ഷോ ദാറ്റ് ദ മാക്സിമം ആംഗുലാർ വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് ക്യാൻ ബി റിവോൾവ്ഡ്, അതായത് ഒമേഗ ഇതാണെന്ന് തെളിയിക്കുകയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കയ്യിൽ സെൻട്രിപെറ്റൽ ഫോഴ്സിനുള്ള ഇക്വേഷൻ ഉണ്ട്. എഫ് സി ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ക്വസ്റ്റ്യനിൽ തന്നതുപോലെ എഴുതുകയാണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഈസ് ഈക്വൽ ടു, ഇവിടെ മാസ് ക്യാപിറ്റൽ എം ആണ്, വി സ്ക്വയർ എന്നതിന് വി സ്ക്വയർ എന്ന് തന്നെ നമുക്ക് എഴുതാം, ഡിവൈഡഡ് ബൈ സ്മോൾ ആർ എന്ന് പറയുന്നത് ഇവിടെ റേഡിയസ് ആണ്. ആ റേഡിയസ് ഇവിടെ ക്യാപിറ്റൽ എൽ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷനാണ് ഇവിടെ നിന്ന് കിട്ടുക. ഇനി വെലോസിറ്റിക്ക് നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. വെലോസിറ്റിയുടെ ഇക്വേഷൻ ആർ ഒമേഗ എന്നതാണ്. അത് ക്വസ്റ്റ്യനിലെ വാല്യൂസ് ആക്കി നമ്മൾ എഴുതുകയാണെങ്കിൽ ഇവിടെ റേഡിയസ് എന്നത് ക്യാപിറ്റൽ എൽ ആണ്. അപ്പോൾ എൽ ഒമേഗ എന്നാണ് ഇവിടെ വെലോസിറ്റി കിട്ടുക. ഇനി വി എന്നത് എൽ ഒമേഗ ആണെങ്കിൽ വി സ്ക്വയർ എന്നത് എന്തായി മാറും? എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്നാവൂലേ? ക്യാപിറ്റൽ എം എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ. ഇനി ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? എൽ സ്ക്വയറും എല്ലും ക്യാൻസൽ ചെയ്തു പോകും. ഇവിടെ ഇനി ബാക്കിയൊരു ക്യാപിറ്റൽ എൽ മാത്രമാണ് ഇവിടെ ബാക്കി ഉണ്ടാവുക. ഇനി ഇവിടെ നിന്ന് നമുക്ക് ക്യാപിറ്റൽ എഫ് ഇസ് ഈക്വൽ ടു എം എൽ ഒമേഗ സ്ക്വയർ ആണെന്ന് കിട്ടും. ഇനി ഒമേഗ സ്ക്വയർ എന്നത് എന്താണെന്ന് നോക്കാം. ക്യാപിറ്റൽ എമ്മിനെയും എല്ലിനെയും ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ പോരെ? ലെഫ്റ്റ് സൈഡ് ഓൾറെഡി എഫ് ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്ന എമ്മും എല്ലും താഴെ വരും. ക്യാപിറ്റൽ എം ക്യാപിറ്റൽ എൽ. ഇതാണ് ഒമേഗ സ്ക്വയർ. ഇവിടെ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഒമേഗ കാണുക? ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എഫ് ബൈ എം എൽ എന്ന് കിട്ടും. ഇനി ഇതിനെ മാത്തമാറ്റിക്കലായി നമുക്ക് ഇങ്ങനെയും എഴുതാൻ പറ്റും. അതാണ് ഇനി കാണിക്കാൻ പോണത്. എഫ് ബൈ എം എൽ ഓൾ റേസ് ടു 1/2 എന്നുകൂടി നമുക്കിതിനെ എഴുതാൻ പറ്റും. അപ്പം നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഈസ് ഈക്വൽ ടു എഫ് ബൈ എം എൽ ഓൾ റേസ് ടു 1/2 ആണെന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതും സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. 6 മാർക്കിൻ്റെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. എ കാർ മൂവ്സ് അലോങ് എ സർക്കുലാർ ലൂപ്പ് ഓഫ് റേഡിയസ് 1 കിലോമീറ്റർ അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ് 720 km/h. ഫൈൻഡ് ഇറ്റ്സ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു കാറ് ഒരു സർക്കുലാർ ലൂപ്പിലൂടെ അങ്ങനെ മൂവ് ചെയ്യുകയാണ്. ആ സർക്കുലാർ ലൂപ്പിൻ്റെ റേഡിയസ് 1 കിലോമീറ്റർ ആണ്. റേഡിയസിന് നമ്മൾ സാധാരണയായിട്ട് ആർ എന്ന ലെറ്ററാണ് കൊടുക്കാറ്. അപ്പോൾ റേഡിയസ് 1 കിലോമീറ്റർ ആണ് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. കിലോമീറ്ററിലല്ല നമ്മൾ കണക്ക് ചെയ്യാറ്, നമ്മൾ അതിനെ മീറ്ററിലേക്ക് മാറ്റാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1 കിലോമീറ്റർ എന്നുള്ളതിനെ നമ്മൾ 1000 മീറ്റർ എന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ ആ സർക്കുലാർ ലൂപ്പിൻ്റെ റേഡിയസ് ആണ് 1000 മീറ്റർ. ഇനി പറയുന്നത് അതിനൊരു കോൺസ്റ്റന്റ് സ്പീഡ് ഉണ്ട് എന്നാണ്. ആ സ്പീഡ് 720 km/h ആണ്. kmph km/h. ഇവിടെയും ഒരു പ്രോബ്ലം വരുന്നത് km/hലല്ല നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാറ്. നമ്മളതിന് മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റേണ്ടതുണ്ട്. km/hലുള്ള ഒരു വാല്യൂവെ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ നമ്മൾ ചെയ്യുന്നത് 5/18 എന്ന വാല്യൂവിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. km/hലുള്ളതിനെ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ വളരെ എളുപ്പമാണ്. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് കാൽക്കുലേറ്ററിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് 200 മീറ്റർ/സെക്കൻഡ് എന്ന വാല്യൂ കിട്ടും. 200
ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ആണ്. സെൻട്രിപെറ്റൽ ആക്സലറേഷനെ AC എന്നാണ് നമ്മൾ കാണിക്കാറ്. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഒരു ഇക്വേഷൻ ഉണ്ട്, v²/r ആണത്. എല്ലാ വാല്യൂസും നമ്മുടെ കയ്യിലുണ്ട്. v² എന്ന് പറയുമ്പോൾ 200ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ r എന്നത് 1000 ആണ്. 200ന്റെ സ്ക്വയർ 40,000 വരും, ഡിവൈഡഡ് ബൈ 1000. ഇതിൻ്റെ വാല്യൂ വരുന്നത് 40 ആണ്. അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടി. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ 40 m/s² ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ബോഡി മൂവ്സ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 20 cm at a speed that increases uniformly. If the speed changes from 5 m/s to 6 m/s in t is equal to 2 seconds, find its angular acceleration. ആംഗുലാർ ആക്സലറേഷൻ കണ്ടെത്താനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ ആദ്യം തന്നിട്ടുള്ളത് സർക്കുലാർ പാത്തിൻ്റെ റേഡിയസ് 20 cm ആണ് എന്നാണ്. അതായത് ഇവിടെ ഒരു ബോഡി 20 cm റേഡിയസ് ഉള്ള ഒരു സർക്കുലാർ പാത്തിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർക്കുലാർ പാത്തിൻ്റെ റേഡിയസ് 20 cm ആണ്. നമ്മുടെ ആദ്യത്തെ ഡാറ്റ അതാണ്. r is equal to 20 cm. നമുക്ക് 20 സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റേണ്ടതുണ്ട്. 20 × 10⁻⁻² എന്നെഴുതിയാൽ നമുക്കതിനെ മീറ്ററിലേക്ക് മാറ്റാം. അതിൻ്റെ വാല്യൂ 0.2 മീറ്റർ എന്നാണ്. അപ്പോൾ നമ്മളിവിടെ റേഡിയസ് കണ്ടെത്തി. ഇനി ക്വസ്റ്റ്യനിൽ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് സ്പീഡാണ്. സ്പീഡ്, ആദ്യത്തെ സ്പീഡ് തന്നിട്ടുള്ളത് 5 m/s ആണ്. പിന്നീട് ആ സ്പീഡ് 6 m/s ആയിട്ട് മാറുന്നുണ്ട്. ആ മാറ്റത്തിന് എടുക്കുന്ന സമയം t is equal to 2 seconds ആണ്. ഇനി ആംഗുലാർ ആക്സലറേഷൻ ആണ് നമുക്ക് കാണാനുള്ളത്. ആംഗുലാർ ആക്സലറേഷൻ ആൽഫ എന്നാണ് നമ്മൾ വിളിക്കാറ്. ആൽഫയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, ω2 - ω1/t. വളരെ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ ആണ്. കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഓർത്തിരിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ω1ഉം ω2ഉം തന്നിട്ടില്ല, പക്ഷേ തന്നിട്ടുള്ളത് സ്പീഡാണ്. അപ്പോൾ സ്പീഡിൽ നിന്ന് നമ്മൾ ω1ഉം ω2ഉം കണ്ടെത്തേണ്ടതുണ്ട്. ആദ്യത്തെ സ്പീഡിനെ ഞാൻ v1 എന്ന് വിളിക്കുകയാണ്. രണ്ടാമത്തെ സ്പീഡിനെ v2 എന്ന് വിളിക്കുന്നു. വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധം v is equal to r⍵ എന്ന് കാണിക്കാം. അങ്ങനെയാണെങ്കിൽ v1 is equal to r⍵1 ആയിരിക്കും. ഇവിടെ നിന്ന് നമുക്ക് ω1 കണ്ടെത്താൻ പറ്റും. ω1 is equal to v1/r എന്നതാണ്. v1 5 m/s ആണ്, ഡിവൈഡഡ് ബൈ r 0.2 മീറ്റർ ആണ്. ω1ൻ്റെ വാല്യൂ ഇവിടെ നിന്ന് കിട്ടും. ω1ൻ്റെ വാല്യൂ വരുന്നത് 25 rad/s ആണ്. അതുപോലെ ω2 നമുക്ക് ചെയ്തെടുക്കാം. ω2 is equal to v2 ഡിവൈഡഡ് ബൈ r ആണ്. v2ൻ്റെ വാല്യൂ 6 m/s ആണ്, ഡിവൈഡഡ് ബൈ r 0.2 ആണ്. 6/0.2 എന്നത് 30 rad/s ആണ്. 30 rad/s. ഇതാണ് ω2. ഇപ്പോൾ നമുക്ക് ω1ൻ്റെയും ω2ൻ്റെയും വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 30 - 25 ഡിവൈഡഡ് ബൈ 2. 5/2 ആൽഫ is equal to 2.5
റാഡ് പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അടുത്ത വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് എ സോളിഡ് ഡിസ്ക് ഓഫ് റേഡിയസ് 0.1 മീറ്റർ ആൻഡ് മാസ് 10 കിലോഗ്രാം. എളുപ്പത്തിൽ ചെയ്ത് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനാണ് ക്വസ്റ്റ്യൻ. ഒരു സർക്കുലാർ ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനാണ് ക്വസ്റ്റ്യൻ. ആ ഡിസ്കിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് നമുക്ക് കാണേണ്ടത്. സോളിഡ് ഡിസ്കിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. അത് 0.1 മീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ റേഡിയസിന് ഞാൻ ക്യാപിറ്റൽ R എന്ന് കൊടുക്കുന്നുണ്ട്. ക്യാപിറ്റൽ Rൻ്റെ വാല്യൂ 0.1 മീറ്റർ ആണ്. മാസ് തന്നിട്ടുണ്ട്, അത് ക്യാപിറ്റൽ M എന്ന് കൊടുക്കുന്നുണ്ട്. ക്യാപിറ്റൽ M ഈസ് ഈക്വൽ ടു 10 കിലോഗ്രാം ആണ്. ഇനി മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ഡിസ്ക് about an axis passing through the center. സെൻറ്ററിലൂടെ പോകുന്ന ഒരു ആക്സിസിനെ ബേസ് ചെയ്ത് ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I ഈസ് ഈക്വൽ ടു, നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ ഇതാണ്, mr²/2 എന്നാണ്. ഇവിടെ രണ്ട് വാല്യൂസും നമ്മുടെ കയ്യിലുണ്ട്. m 10 ആണ്. 10 ഇൻറ്റു 0.1ൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഇത് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ 0.05 കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്നാണ്. ഇതാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. വളരെ എളുപ്പത്തിൽ 6 മാർക്ക് നേടാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. നിർബന്ധമായിട്ടും ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് തന്നെ പോവുക.